تبت يدا أبي لهب وتب ما أغنى عنه ماله وما كسب سيصلى نارا ذات لهب وامرأته حمالة الحطب في جيدها حبل من مسد. സൂറത്തുൽ മസദ് ഖുർആനിലെ 114-ാമത്തെ അധ്യായമാണ്. വളരെ ചുരുങ്ങിയതും ശക്തമായ 5 വചനങ്ങളുള്ള ഈ അധ്യായം ഇസ്ലാമിൻ്റെ ആദ്യകാലങ്ങളിൽ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഏറ്റവും കൂടുതൽ ശത്രുത കാണിച്ച അബൂലഹബിനും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉമ്മു ജമീലിനും എതിരെയുള്ള ഒരു താക്കീതാണ്. ഇസ്ലാമിൻ്റെ പ്രബോധനം മക്കയിൽ രഹസ്യമായി നടന്നതിനു ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഫാ കുന്നിൻ്റെ മുകളിൽ കയറി മക്കയിലെ ജനങ്ങളെ പരസ്യമായി ഇസ്ലാമിലേക്ക് ക്ഷണിച്ച സന്ദർഭത്തിലാണ് ഈ സൂറത്ത് അവതരിക്കുന്നത്. അന്ന് പ്രവാചകൻ്റെ അടുത്ത ബന്ധുക്കളായ ഖുറൈശികളെയും അബൂലഹബിനെയും അദ്ദേഹം ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. അബൂലഹബ് പ്രവാചകനെ ശപിക്കുകയും പരിഹസിക്കുകയും ചെയ്തു. ഇതിനുള്ള മറുപടിയാണ് ഈ സൂറത്ത് മറുപടിയായിട്ടാണ് ഈ സൂറത്ത് അള്ളാഹു ഇറക്കിയത്. ഈ സൂറത്ത് അബൂലഹബിൻ്റെയും അദ്ദേഹത്തിൻ്റെ സമ്പത്തിൻ്റെയും കഴിവിൻ്റെയും നാശത്തെക്കുറിച്ച് സംസാരിക്കുന്നു. അബൂലഹബിൻ്റെ 2 കൈകളും നശിക്കട്ടെ, അവനും നശിച്ചു എന്ന വചനത്തിലൂടെ സമ്പത്തോ കുടുംബമോ ഒരാളെ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കില്ലെന്ന് ഇത് വ്യക്തമാക്കുന്നു. അബൂലഹബിൻ്റെ ഭാര്യ ഉമ്മു ജമീലിനെ കുറിച്ചും സൂറത്ത് പറയുന്നു. അവൾ വിറക് ചുമക്കുന്നവളായിരിക്കും എന്ന് പ്രവാചകന് ഉപദ്രവങ്ങൾ ഏൽപ്പിക്കുന്നതിലും വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നതിലും അവൾ ഭർത്താവിന് കൂട്ടുനിന്നിരുന്നു. അവൾ നരകത്തിൽ വിറക് ചുമക്കേണ്ടി വരുമെന്നും ഇതിലൂടെ മുന്നറിയിപ്പ് നൽകുന്നു. സൂറത്തുൽ മസദിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്ന് ഇതിലെ നിലപാടാണ്, ഇതിലെ പ്രവചനമാണ്. അബൂലഹബ് നരകത്തിൽ പ്രവേശിക്കുമെന്ന് ഈ സൂറത്ത് പ്രഖ്യാപിച്ചതിനു ശേഷവും വർഷങ്ങളോളം അയാൾ ജീവിച്ചിരുന്നു. ഈ കാലയളവിൽ അയാൾക്ക് വേണമെങ്കിൽ ഇസ്ലാം സ്വീകരിച്ച് ഈ പ്രവചനത്തെ തെറ്റാണെന്ന് വരുത്തി തീർക്കാമായിരുന്നു. എന്നാൽ അയാൾ ഒരിക്കലും ഇസ്ലാം സ്വീകരിച്ചില്ല. ഖുർആനിൻ്റെ ഈ പ്രവചനം സത്യമായി ഭവിക്കുകയും ചെയ്തു. ഇത് ഖുർആൻ അള്ളാഹുവിൽ നിന്നുള്ള ഗ്രന്ഥമാണെന്നതിൻ്റെ ഒരു വലിയ തെളിവായി പല പണ്ഡിതന്മാരും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സൂറത്തുൽ മസദ് നമുക്ക് നൽകുന്ന പാഠങ്ങളിൽ ചിലത്: സത്യത്തോടുള്ള വെല്ലുവിളി, സമ്പത്തിൻ്റെ നിരർത്ഥകത, പ്രവാചകന്റെ സ്ഥാനമാനങ്ങൾ. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്